എമ്പുരാൻ മുറിച്ചതിന് മുമ്പും കണ്ടില്ല, മുറിച്ചതിന് ശേഷവും കണ്ടില്ല, ഇനിയോട്ട് കാണാൻ പോകുന്നില്ല. എമ്പുരാൻ കാണൂല? ഇല്ലല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. സിനിമ കാര്യമായിട്ട് തന്നെ ഓടുന്നുണ്ട്. അല്ല, അതൊക്കെ ഓടുന്നു. അതിലിപ്പോ ഞങ്ങളിപ്പോ ഓടണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നേരത്തെ ഈ ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച 2 ആർട്ടിക്കിളുകളെ പറ്റി പറഞ്ഞു. അല്ല, അത് ഞാൻ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ല ഓർഗനൈസർ 2012 പക്ഷേ ഇന്നലെ ഏപ്രിൽ 4-ാം തീയതിയാണല്ലോ ഈ ഒരു രണ്ടാമത്തെ, അതായത് ജസ്വിഡ് മിഷനറിനെ പറ്റി ഒരു ആർട്ടിക്കിൾ. ഇത് 2012 ഇറങ്ങിയ ഒരു ലേഖനമാണ്. അതിപ്പോ എടുത്ത് കുത്തിപ്പൊക്കാന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങളെ ഏത് ഓൺലൈൻ വെച്ചിട്ടാണ് സഹോദരി നിങ്ങൾ ഇതല്ലേ? ഇല്ല, അതൊക്കെ 2012 സാധനം കുത്തിപ്പൊക്കിയിട്ട് ഇപ്പൊ ഓർഗനൈസറിന്റെ വെബ്സൈറ്റ്, ഞങ്ങളെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഞങ്ങൾക്ക് കണ്ടറിയില്ലേ? നിങ്ങൾ കൊണ്ട് കാണിക്കുന്നത്. ശരി, റൈറ്റ്. വേറെ അല്ല, അതിപ്പോ അതൊരു പ്രീമച്യൂർ ക്വസ്റ്റ്യൻ ആണ്. കാരണം ആയിട്ടില്ല. ക്രൈസ്തവ സഭ പാർട്ടി രൂപീകരിക്കുകയോ എന്താണ് അതിന്റെ സ്ഥിതി ഒക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോഴേ പറയണ്ട. അല്ല, നിലപാട് കറക്റ്റ് അല്ലേ? LDFിലും UDFിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പുതിയൊരു പാർട്ടി വേണമെന്നുള്ള തോന്നലുണ്ടാവുന്നത്. അപ്പൊ പിന്നെ ആരാണ് സ്വാഗതം ചെയ്യാതിരിക്കുക? ഞങ്ങളെ സ്റ്റാൻഡ് വളരെ കൃത്യമാണല്ലോ. അല്ല, അതൊന്നും ഇപ്പൊ പറയുന്നില്ല. കാരണം ഇത് ഗുണമാവോ ദോഷമൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ LDFിലും UDFിലും ഉള്ള വിശ്വാസം അവർക്ക് നഷ്ടമായി എന്ന് അവരുടെ ആചാര്യന്മാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയ ശേഷം 1, 2, 3 മൂന്നാമത്തെ ആൾക്കാണ് അതൊക്കെ അതിന് മുമ്പേ വന്നതാണ്. നിങ്ങളൊരു കാര്യം പറയട്ടെ, ഈ ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജനും ഒക്കെ 3-4 വർഷമായിട്ട് ആദായ നികുതിയുടെ പരിശോധനയിലാണ്, അവർ റഡാറിലാണ്. അപ്പോൾ ആ പരിശോധനകൾ നടന്നു. ഇതിപ്പോ എമ്പുരാൻ സിനിമ ഇറങ്ങിയോണ്ടൊന്നും അല്ല, ഇത് അല്ലെങ്കിൽ ഇത് പരിശോധിക്കും. അത് എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അല്ലല്ല, സജീവമായത് നിങ്ങളിപ്പോ നിങ്ങളെ ചാനൽ ഉടമയും നിങ്ങൾ സഹായിക്കുന്നവരൊക്കെ അവരുടെ പ്രശ്നമൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നടന്ന എല്ലാ ആദായ നികുതി പരിശോധനയുടെയും വിശദാംശങ്ങൾ ലഭ്യമാക്കി തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2019 മുതൽ ആരംഭിച്ച നടപടികളാണ് ഇതെല്ലാം. ഇപ്പോൾ 25 അപ്പോൾ ഇത് ഒരു ദിവസം നോട്ടീസ് വരുമ്പോഴേക്കും എല്ലാം എമ്പുരാനാണെന്ന് പറയുന്നു. എമ്പുരാന് ഓർഡർ കാണുമ്പോഴേ ഓരോ ഓർഡർ ഇല്ല. നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ നോട്ടീസ് എന്നാ വന്നത്? നിങ്ങളൊന്ന് പോയി പരിശോധിക്കും. ചിലർക്ക് വന്ന നോട്ടീസ് എമ്പുരാൻ പടം ഇറങ്ങുന്നതിന് മുമ്പാണ്, ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽപ്പെട്ട ചിലർക്ക് വന്ന നോട്ടീസ് ഈ എമ്പുരാൻ വിവാദം ഉണ്ടാവുന്നതിന്റെ എത്രയോ ദിവസം മുമ്പാണ്. ഒരു വസ്തുത അറിയാതെ നിങ്ങളിങ്ങനെ വീണ്ടും എന്നെ കൊണ്ട് ഞാൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ കുറെ വിളിച്ചു. ഇനി എന്നെ കൊണ്ട് വീണ്ടും വിളിപ്പിക്കണം. ഇല്ലാത്ത കഥകളെ നിങ്ങൾ